മൃഗബലിയോ പറഞ്ഞു പറ്റിച്ചതോ? വിഷയത്തിൽ നമ്മോടൊപ്പം ഉള്ളത് രാഹുൽ ഈശ്വർ, രാഷ്ട്രീയ നിരീക്ഷകൻ, ടി മാധവൻ, ദേവസ്വം ബോർഡ് ട്രസ്റ്റി മെമ്പർ ശ്രീകുമാർ മനയിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ ഹരി പത്തനാപുരം, ജ്യോതിഷ പണ്ഡിതൻ MR മുരളി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അക്കീരമൺ കാളിദാസ് ഭട്ടതിരിപ്പാട്, യോഗക്ഷേമ സഭ സംസ്ഥാന അധ്യക്ഷൻ തുടങ്ങിയവരാണുള്ളത്. ആദ്യം ശ്രീകുമാർ മനയിൽ, നോക്കൂ, ഇത്തരത്തിലൊരു ക്ലെയിം നേരത്തെ ശിവകുമാർ നടത്തുമ്പോൾ അത് സ്വാഭാവികമായിട്ടും രാജരാജേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയാണ് വാർത്തകൾ വന്നത്. രാജരാജേശ്വര ക്ഷേത്രം അല്ല, അതിൻ്റെ സമീപത്ത് എന്ന് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ശിവകുമാർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അദ്ദേഹം വ്യക്തത വരുത്തിയിരിക്കുന്നു. രാജരാജേശ്വര ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞത് ആ സ്ഥലത്തെ അടയാളപ്പെടുത്താൻ വേണ്ടി മാത്രമായിരുന്നു. അതിൻ്റെ 15 കിലോമീറ്റർ അകലെയാണ് ഈ മൃഗബലി നടന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ അങ്ങനെ മൃഗബലിയൊക്കെ നടക്കുന്നുണ്ടോ? നികേഷ്, കേരളത്തിൽ ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നരബലി നടന്നിട്ടുണ്ടായല്ലോ. പത്തനംതിട്ടയ്ക്കടുത്ത് ഇലന്തൂരിനടുത്താണെന്നാണ്. അതെ, ഇലന്തൂരിനടുത്ത് ഒരു നരബലി നടന്നു. അപ്പം നരബലി നടക്കാവുന്ന കേരളത്തിൽ മൃഗബലി നടന്നുകൂടായില്ലല്ലോ. അപ്പോൾ അതൊരു കേരളത്തിലൊക്കെ മൃഗബലി നടക്കുമോ എന്നൊക്കെ ചോദിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കേരളത്തിലൊക്കെ ക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങളല്ലാത്ത ഇടങ്ങളിലൊക്കെ മൃഗബലി നടക്കുന്നതായിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമുണ്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞത്, നമ്മൾ മൃഗബലി നടക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരം അന്ധവിശ്വാസങ്ങൾ, അത്തരം അശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ കേരളത്തിൽ നിലനിൽക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ഒരു അതിശയോക്തിയായിരിക്കും. കേരളത്തിൽ തീർച്ചയായിട്ടും ഇത്തരം ദുർമന്ത്രവാദങ്ങൾ, ഇത്തരം മൃഗബലികൾ, ഇത്തരം അശാസ്ത്രീയവും അന്ധവിശ്വാസ ജടിലവുമായ കാര്യങ്ങളൊക്കെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയക്കാരുടെ ഇടയിലുമുണ്ട്, ബിസിനസ്സുകാരുടെ ഇടയിലുമുണ്ട്, സമൂഹത്തിലെ മറ്റ് ആളുകളുടെ ഇടയിലുമുണ്ട്, ഭക്തി വ്യാപാരം നടത്തുന്ന ആളുകളുടെ ഇടയിലുമുണ്ട്. ഇതെല്ലാം എനിക്ക് വളരെ സൈലൻ്റായിട്ട് നടന്നു പോകുന്നുണ്ട്. ഇനിയിപ്പോൾ DK ശിവകുമാർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത്, എനിക്ക് തോന്നുന്നത് ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് അദ്ദേഹത്തിനെതിരെ നടത്തേണ്ട അദ്ദേഹത്തിന് എതിർ രാഷ്ട്രീയക്കാരായിരിക്കണമല്ലോ. അങ്ങനെ ഒരു സംഭവം അത് നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കേരളത്തിൻ്റെ സാമൂഹ്യ നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരം മൃഗബലിയും നരബലിയും ഇത്തരം സാമൂഹ്യമായ അനാചാരങ്ങളും വളരെയേറെ വർദ്ധിച്ചു വരുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്രയേറെ അരക്ഷിതമായൊരു മലയാളിയേക്കാൾ അരക്ഷിതമായ ഒരു മനസ്സുള്ള ഒരു സമൂഹം ഈ ലോകത്തിൽ വേറെ ഇല്ലെന്ന് നമുക്ക് പറയേണ്ടി വരും. രാഹുൽ ഈശ്വർ, സാധാരണഗതിയിൽ വൈഷ്ണവം, ശാക്തേയം, ശൈവം ആ നിലയിലുള്ള പൂജാമുറകളാണുള്ളത് എങ്കിൽ ഇവിടെ DK ശിവകുമാർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ കൂടി ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് ഇന്ന് MLC തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൻ്റെ അവസാനം ഈ കാര്യം കൂടി പറയാൻ നിശ്ചയിച്ചിട്ടുള്ളത്. സിദ്ധരാമയ്യക്കും തനിക്കുമെതിരെ കേരളത്തിൽ മൃഗബലി നടന്നിരിക്കുന്നു എന്നുള്ളത്. നോക്കൂ, അതിന് തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. തളിപ്പറമ്പ് DK ശിവകുമാറിന് അറിയാവുന്നത് ഒരുപക്ഷെ രാജരാജേശ്വര ക്ഷേത്രമായിരിക്കും. രാജരാജേശ്വര ക്ഷേത്രത്തിനടുത്തു എന്നാണ് യഥാർത്ഥത്തിൽ DK ശിവകുമാർ പറഞ്ഞത്. കുറച്ചുകൂടി ഇപ്പോൾ വ്യക്തത വരുത്തിയിട്ടുണ്ട്, 15 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് എന്നുള്ളതാണ്. നമുക്ക് ഇത്രയധികം മൃഗങ്ങളെ കൊണ്ടുവന്ന് ബലി കൊടുത്ത് ഒരു വലിയ മൃഗബലിയൊക്കെ നടത്തണമെങ്കിൽ ചെയ്യുന്നുണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യനെ ബലി കൊടുക്കുന്ന നാടാണ്, മനുഷ്യനെ പോലും ഈ നിലയിൽ കൈകാര്യം ചെയ്യുന്ന നാടാണ്. രാഹുൽ, സുപ്രീം കോടതി ഇടപെടുകയും സർക്കാരുകൾക്ക് സമാനമായ നിയമനിർമ്മാണം നടത്താമെന്ന് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ 1968 ജൂണിലാണ് നമ്മുടെ കേരള ഗവൺമെന്റ് ഹൈക്കോർട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ ഈ വിഷയങ്ങൾ എനിക്ക് പൂർണ്ണമായും കേൾക്കാൻ കഴിയുന്നില്ല. രാഹുലിന്റെ ഓഡിയോ ഒന്ന് ശരിയാവട്ടെ. അക്കീരമൺ, ശ്രീ അക്കീരമൺ, നോക്കൂ, ഇതിനെക്കുറിച്ച് താങ്കളുടെ ആദ്യത്തെ പ്രതികരണം എന്താണ്? തികച്ചും ഒരു തോന്നിയവാസ കഥയാണ് ഇപ്പോൾ ഈ ഒരു ചർച്ചയിൽ വന്നിരിക്കുന്ന വിഷയം. വെച്ചാൽ വേറൊന്നുമല്ല, ഇങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ. എനിക്ക് മനസ്സിലാകുന്നത് തന്ത്രശാസ്ത്രത്തിലോ മന്ത്രശാസ്ത്രത്തിലോ ഇല്ലാത്തൊരു സംഗതി, ഇതൊരു ബലികർമ്മമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യനെ വിഡ്ഢിയാക്കുന്ന ഏർപ്പാട്, അല്ലെങ്കിൽ വേണ്ടത്ര അറിവില്ലാത്ത ആൾക്കാരെ കൺഫ്യൂഷൻ ഉണ്ടാക്കാമെന്നല്ലാതെ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഒരിടത്തും ഇല്ലെന്നുള്ളതാണ് സത്യം.
പിന്നെ ഇതിനെ നമുക്ക് മനസ്സിലാവാത്ത ഒരു സത്യം, ഈ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാര് ഞങ്ങളൊക്കെ പുരോഹിതന്മാരാണ്, 40-40 വർഷമായിട്ട് പൂജ കഴിക്കുന്ന ആൾക്കാരാണ്. പുരോഹിതന്മാരോട് സമീപിച്ച് നമുക്കതിനകത്തൊരു സങ്കടം വരുന്നത്, ഈ രാഷ്ട്രീയ മേഖലയിലുള്ള ആൾക്കാർ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കാരണം സുതാര്യമായ ധാർമ്മിക ബോധത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്നവർക്ക് എന്തിനായി ഭയം? ആവശ്യമില്ലാതെ ഇതൊരു പ്രചരണ ഉപാധിയാക്കിക്കൊണ്ട് മനുഷ്യന്റെ മനസാക്ഷി സൈക്കോളജിക്കലായിട്ട് തന്നെ മനുഷ്യനെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടിയായിട്ട് കുറെ ആൾക്കാർ ഇതൊരു സാമ്പത്തിക ലഭ്യത്തിന് വേണ്ടി മാത്രം ഉള്ള ഒരു ഉപാധിയാണ്. അല്ലാണ്ട് ഇതൊന്നും ഒരു ശാസ്ത്രത്തിലും ഉള്ളതല്ല. തന്ത്രശാസ്ത്രത്തിൽ ഒരു പുരോഹിതൻ എന്ന് പറയുന്ന ആള് മാംസഭക്ഷണം കഴിക്കാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല, സുതാര്യമായി ജീവിക്കുന്ന ആൾക്കാരായിരിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ കഴിയും? അപ്പൊ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ വേണ്ടി അറിവില്ലാത്ത കുറെ ആൾക്കാരുണ്ടാവുമല്ലോ എല്ലാ വിഷയങ്ങളിലും. അറിവില്ലാത്ത ആൾക്കാരെ മുതലെടുക്കാൻ വേണ്ടിയുള്ള ഒരു സമ്പ്രദായമായിട്ടാണ് ഇതിനെ കാണുന്നത്. ബഹുമാനായ ഡി കെ ശിവകുമാർ പറഞ്ഞത് അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത്, ഇവർ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ഒരു പൊതുപ്രവർത്തനങ്ങളായിട്ട് വരുന്ന ആൾക്കാർ അവിടെ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഓപ്പറേഷൻ ലോട്ടസ് വരാൻ പോകുന്നു എന്നും അങ്ങനെ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുമെന്നും നമുക്കറിയാവുന്നതുപോലെ കുമാരസ്വാമി അടക്കമുള്ളവർ ഇടയ്ക്കിടെ പറയുന്ന കാര്യമാണ്. BJP അത് നേരിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ തന്നെയും ഇപ്പോൾ MLC തെരഞ്ഞെടുപ്പ് വരികയാണ്, വളരെ കെയർഫുൾ ആയിട്ടാണ് കോൺഗ്രസ് നീങ്ങുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇങ്ങനെ വിശ്വാസമുള്ളവർ നമ്മുടെ നാട്ടിലില്ലേ? അല്ല, വിശ്വാസമല്ല. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 40-40 വർഷമായിട്ട് പുരോഹിതവൃത്തി ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇങ്ങനെയുള്ള പല ആൾക്കാരും ഇങ്ങനെയുള്ള വിഷയങ്ങളല്ല, ഇവർക്ക് വിജയിക്കാൻ വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി പല ആൾക്കാരും പല തകിടുകളും ധരിച്ചുകൊണ്ട് നടക്കുന്നവരൊക്കെ എനിക്കറിയാം. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇത് ബൗദ്ധിക ശേഷിയുള്ള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത് ഒരു തരത്തിലുള്ള ആചാരമല്ല. ഇത് നരബലി എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയുന്നു എന്നല്ലാതെ നരബലി ഒന്നുമല്ല, അങ്ങനെ ഒരു കർമ്മമില്ല. ഇതിനെക്കുറിച്ച് ഈ തന്ത്രശാസ്ത്രത്തിലോ മന്ത്രശാസ്ത്രത്തിലോ ഇല്ലാത്ത കുറെ കെട്ട് കഥകളാണ് ഇതൊക്കെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള വിഡ്ഢിത്തങ്ങളാണ്. ഇതിലൊന്നും വിശ്വാസമുള്ള ആൾക്കാരൊന്നും ചെന്ന് വീഴരുത്. ഇങ്ങനെയുള്ള ഏർപ്പാടുകളെ പോലീസ് നടപടിയെടുത്തുകൊണ്ട് അവരെ കൈകാര്യം ചെയ്യേണ്ടതാണെന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. ഇതൊരു ശാസ്ത്രമല്ല, ഇത് കുറെ ആൾക്കാരെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടിയുള്ള വ്യക്തമാണ്. ശ്രീ TT മാധവൻ, ഇപ്പോ ഇതിനകത്ത് കുറച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ടല്ലോ. അതായത് 15 കിലോമീറ്റർ അകലെയാണ് എന്നുള്ളതാണ്. ഏതായാലും രാജരാജേശ്വര ക്ഷേത്രത്തിലല്ല എന്നുള്ള കാര്യം ശിവകുമാർ കൺഫേം ചെയ്തിരിക്കുന്നു. 15 കിലോമീറ്റർ അകലെ എന്ന് പറയുമ്പോൾ TTK ദേവസ്വത്തിൻ്റെ പരിധിയിൽ വരുന്ന ഇടം തന്നെ. അല്ല, അദ്ദേഹം ഈ അത്രയും എതിർപ്പുകളും വിമർശനങ്ങളും വന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്ലാരിഫിക്കേഷൻ വന്നത്. ഇതുവരെ ഈ സമയം വരെ അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ചെയ്തത്. ഈ ക്ഷേത്രം പരിസരം എന്ന് പറയുമ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ക്ഷേത്രത്തിനെയും അങ്ങനെ അതിൻ്റെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഇവിടുത്തെ ആക്ഷേപിക്കുന്ന ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ട്. അത് വളരെ മോശമായി പോയി എന്നാണ് ദേവസ്വം ആദ്യം ആ കാര്യത്തിൽ പറഞ്ഞത്. കാരണം അത് പൂർണ്ണമായും അസത്യമായ ഒരു കാര്യങ്ങളാണ്, അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം കൂടിയാണത്. അത് ആദ്യമേ അദ്ദേഹം പറയാമായിരുന്നു, ക്ഷേത്രത്തിൻ്റെ 15 കിലോമീറ്റർ ചുറ്റളവിലാണെന്ന് പറഞ്ഞാൽ ഈ രാജരാജ ക്ഷേത്രം അല്ല എന്ന് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ. അദ്ദേഹം അത് പറയാതെ ഇപ്പോഴും വിമർശനങ്ങളും കാര്യങ്ങളും കുറച്ച് ഏറി വർദ്ധിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ 15 കിലോ ചുറ്റളവിലാണ്. പക്ഷേ 15 കിലോമീറ്റർ ചുറ്റളവ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഏതാണ് സ്ഥലമെന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് വ്യക്തിയാണ് അത് പറയണത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അങ്ങനെ അടച്ച് ആക്ഷേപിക്കുന്ന സമീപനം ശരിയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം അത് നേരിട്ട് കേരളത്തിലെ സർക്കാരുകളെ അറിയിക്കുക, ഇങ്ങനെ ബലി നടന്നിട്ടുണ്ട്, നമുക്കെതിരെ പൂജ നടന്നിട്ടുണ്ട്, ആ കാര്യം ഒന്ന് അന്വേഷിക്കണമെന്ന് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണമായിരുന്നു അദ്ദേഹം. അല്ലാതെ തളിപ്പറമ്പിലെയും രാജരാജ ക്ഷേത്രത്തിലെയും ഭക്തരെയൊക്കെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ ഒരു പത്രസമ്മേളനമല്ല നടത്തേണ്ടത്. കാരണം ഇപ്പോഴാണെങ്കിൽ കർണാടകത്തിൽ നിന്ന് ധാരാളം പേര് എല്ലാ ദിവസവും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വൈശാഖോത്സവം പ്രമാണിച്ചിട്ട് ഇപ്പം 10,000-കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ ദിവസവും സന്ദർശനം നടത്തുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാത്രി അത്താഴ പൂജ കഴിഞ്ഞ് 7 മണിക്ക് ശേഷം മാത്രമേ സ്ത്രീകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാറുള്ളൂ. അതും വെറും കൈയോടെ അവർക്ക് പോകാൻ പറ്റില്ല. നെയ്യമൃതോടു കൂടി മാത്രമേ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചിട്ട് ദേവനെ തൊഴാൻ അവർക്ക് പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ക്ഷേത്രമാണ്. ധാരാളം കർണാടകക്കാർ, ഈ പറയുന്ന BJP നേതാക്കന്മാർ, JDS, കോൺഗ്രസിൻ്റെ അടക്ക നേതാക്കന്മാർ സ്ഥിരമായി സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു
സ്ഥലത്തെ കൂടി ഉൾപ്പെടുത്തി അദ്ദേഹം അങ്ങനെ വിവാദ പ്രസ്താവന നടത്തിയതിൽ ശക്തമായ പ്രതിഷേധം നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ അദ്ദേഹം ഇപ്പം ലേശം വ്യക്തത വരുത്തിയതിൽ നമുക്ക് സന്തോഷമുണ്ട്. ആ കാര്യത്തിൽ ശരി. ടി മാധവൻ, ഏതായാലും ഒരു കാര്യത്തിൽ താങ്കൾക്ക് സന്തോഷമുണ്ട്, അല്ലെങ്കിൽ ടി ദേവസ്വത്തിന് സന്തോഷമുണ്ട്. രാജരാജേശ്വര ക്ഷേത്രത്തിലല്ല ഇത് നടന്നത്. രാജരാജേശ്വര ക്ഷേത്രം ആ സ്ഥലത്തെ കുറിക്കുന്നതിന് വേണ്ടി മാത്രമാണ് പറഞ്ഞത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. രാഹുൽ ഈശ്വറിലേക്ക്. രാഹുൽ, നോക്കൂ, നമ്മളുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഈ നിലയിലും മൃഗബലി സാർവത്രികമായി, നോക്കൂ, നരബലി ഉണ്ടായ സ്ഥലമാണ് എന്ന് നേരത്തെ ശ്രീകുമാർ മനയിൽ പറയുകയുണ്ടായി. അത് ശരിയാണ്, നമ്മളൊന്നും അറിയാതെയാണ് നടന്നത്. പക്ഷേ മൃഗബലിയിലൂടെ ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന വലിയ സമൂഹമുണ്ടോ? നേരത്തെ മാടായിക്കാവിൽ, ഇതിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രമാണല്ലോ, അവിടെ മൃഗബലി ഉണ്ടായിരുന്നു, ആടിനെ ഇറക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പാണ് അത് ഒഴിവാക്കപ്പെട്ടത്. ഇപ്പോൾ കോഴിയാണ് അവിടുത്തെ നിവേദ്യം എന്നുള്ളതാണ്. അതിപ്പോഴും തുടരുന്നുണ്ടോ? ഇതെല്ലാം ജീവനാണ്. രാഹുൽ, രണ്ട് കാര്യങ്ങൾ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. 1962 സർദാർ സാഹിബി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബോംബെ, അന്നത്തെ ബോംബെയിലാണ് സുപ്രീം കോടതി ഇടപെടുകയും മനുഷ്യബലിയോ മൃഗബലിയോ ഉണ്ടെങ്കിൽ സർക്കാരുകൾക്ക് അത് ഇന്റർവീൻ ചെയ്യാം എന്ന നിലപാട് സുപ്രീം കോടതി എടുത്തത്. 1968 കേരള ഹൈക്കോടതി, കേരള ഗവൺമെന്റ് അടക്കമുള്ളവർ ഇന്റർവീൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മൃഗബലി അടക്കം നിരോധിച്ചത്. പക്ഷെ നമുക്കറിയാവുന്നതുപോലെ 99% ഇത്തരം കാര്യങ്ങൾ നമ്മുടെ അമ്പലങ്ങളിൽ നടക്കാറുണ്ട്. നമ്മുടെ അമ്പലങ്ങളിൽ നടക്കുന്നത് സാത്വിക പൂജാരീതികളാണ്. നമ്മുടെ ബ്രാഹ്മണരോ നമ്പൂതിരിമാരോ ഒന്നും അത്തരത്തിൽ ആഭിചാര കർമ്മങ്ങളോ ദുർമന്ത്രങ്ങളോ ചെയ്യാറില്ല. ഇവിടെ ഒരു വരി കൂടി അറിഞ്ഞിരിക്കണം, യാഗവും പൂജയും എന്താണ്, അത്തരം കാര്യങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. പലരും ഈ വാക്കുകൾ ലൂസായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് യാഗം എന്ന് പറഞ്ഞാൽ വൈദികമായ ഒരു കർമ്മമാണ്, പൂജ എന്ന് പറഞ്ഞാൽ താന്ത്രികമായ ഒരു കർമ്മമാണ്. അക്കീർവൻ കാളിദാസനെ പോലുള്ള വളരെ പ്രഗത്ഭർ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരുമാണ്. അപ്പോ ഇതെല്ലാം കൂടെ കൂട്ടിക്കലർത്തി ഇതിനെ ഒരു വക്രീകരിക്കുന്ന രീതിയിലേക്ക് പോകരുത്. ദുർമന്ത്രമാണ് ഒരു പക്ഷേ ശ്രീ DK ശിവകുമാർ സൂചിപ്പിച്ച കാര്യം, അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. അപ്പം ദുർമന്ത്രവാദത്തിന്റെ ഭാഗമാണ് ഇത്തരം കാര്യങ്ങൾ. നമ്മുടെ ശാക്തേയ പൂജാരീതികളിൽ പോലും മൃഗത്തെ സമർപ്പിക്കുന്ന ചടങ്ങുകളും മറ്റുമുണ്ട്. ഈ കഴിഞ്ഞ 2020 സുപ്രീം കോടതിയെ സമീപിക്കുകയും ശാക്തേയ പൂജാരീതികളെ പ്രൊട്ടക്ട് ചെയ്യണമെന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പൊ അതൊക്കെ മറ്റു വിഷയമാണ്. ഇതിലെ വിശ്വാസം വളരെ പരമപ്രധാനമാണ്. പക്ഷെ ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. മഹാത്മാഗാന്ധി ആണെങ്കിലും സ്വാമി വിവേകാനന്ദൻ ആണെങ്കിലും ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും ഒക്കെ സാത്വികമായ പൂജാരീതികളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവരാണ്. അപ്പൊ 1-2 ആൾക്കാർ തെറ്റ് ചെയ്ത് കാണാം. നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ ഈ സാത്താൻ വർഷിപ്പ്, സാറ്റിൻ വർഷിപ്പ് ഒക്കെ പറയുന്നത് പോലെ ഹിന്ദു സമൂഹത്തിൽ ഇതേപോലെ ചില മാലിന്യങ്ങൾ കാലാന്തരത്തിൽ വരാം. അവിടെയാണ് യോഗക്ഷേമ സഭയാകട്ടെ, നമ്മുടെ ബാക്കി NSS, SNDP ആകട്ടെ, ബാക്കി നമ്മുടെ സഭകളെല്ലാം വിശ്വാസികൾക്കിടയിൽ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കുകയും ഇത്തരം നെഗറ്റീവ് കാര്യങ്ങൾ മാറുകയും ചെയ്തെന്ന് പറയണം. ഒരു വരി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ DK ശിവകുമാർ വലിയൊരു ഭക്തനാണ്. പേരിൽ പോലും ബാംഗ്ലൂരിന്റെ സ്ഥാപകനായ കെമ്പെ ഗൌഡയുള്ള വ്യക്തിയാണ്. അദ്ദേഹം അമ്പലങ്ങളിൽ പോകുന്നതാണ്, വലിയ വിശ്വാസിയാണ്, സർവമത വിശ്വാസിയാണ്. യേശു ക്രിസ്തുവിന്റെ 100 ഫീറ്റുള്ള സ്റ്റാച്ചു അദ്ദേഹത്തിന്റെ സ്ഥലത്താണ് പണിതത്. അപ്പൊ അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിരിപ്പിക്കാനുള്ള സാധ്യത. അദ്ദേഹത്തിനെതിരെ ഒരു കൂടോത്രം നടക്കുന്നുണ്ട്, ദുർമന്ത്രവാദം നടക്കുന്നുണ്ട്, ആഭിചാരം, മാരണം തുടങ്ങിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചതാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ യാഗം, ഹോമം, പൂജ തുടങ്ങിയ വാക്കുകൾ പറയരുത്. കാര്യം എന്റെ മോന്റെ പേര് പോലും യാഗം എന്നാണ് ഇട്ടിരിക്കുന്നത്, കാര്യം യാഗത്തിൽ വരുന്നത്. അപ്പൊ ഇതെല്ലാം അമ്പലത്തെയും വിശ്വാസികളെയും വ്രണപ്പെടുത്താത്ത രീതിയിലായിരിക്കണം നമ്മൾ ഈ കാര്യങ്ങൾ ലോകത്തിൽ എത്തിക്കുന്നത്. ശ്രീ DK ശിവകുമാറിനെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. 1-2 ആൾക്കാർക്ക് തെറ്റുപറ്റി കാണാം. ഇപ്പൊ ആസ്ട്രൽ പ്രൊജക്ഷന്റെ പേരിൽ വീട്ടുകാരെ കൊന്നൊരാളെ നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് അറിയില്ലേ? അങ്ങനെ ഏതെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ നിഹാരി കൊല്ലി ഡൽഹിയിൽ പറയുന്ന 12ഓളം പേര് മരിച്ച സംഭവത്തിന് ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു, അറിയില്ല. അപ്പൊ ഇത്തരം തെറ്റിദ്ധരിപ്പിച്ചതാകാം എന്നാണ് രാഹുലിന്റെ വാദം. പക്ഷെ തെറ്റിദ്ധരിപ്പിച്ചതാകാം എന്ന് പറയുമ്പോഴും ശ്രീ MR മുരളി, താങ്കൾ മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ്. രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപം വെച്ച് ശത്രു ഭൈരവ എന്ന പേരിൽ നടത്തിയ യാഗത്തിൽ 52 മൃഗങ്ങളെ, 50 അല്ല 60 അല്ല 52 മൃഗങ്ങളെ, അതിൽ ഏതൊക്കെ മൃഗങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ എണ്ണം എത്രയാണ് എന്ന് വരെ വ്യക്തമാക്കുകയാണ്. എന്നിട്ട് DK ശിവകുമാർ പറയുന്നത് എന്താണെന്നറിയാമോ? ഇത് ഈ യാഗത്തിൽ പങ്കെടുത്ത ഒരാളാണ് എന്നെ അറിയിച്ചത് എന്നുള്ളതാണ്. ദേവസ്വം ബോർഡിന്റെ ചുമതലയാണോ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക? ഇങ്ങനെ ഒരു കാര്യം നടന്നോ എന്ന ഘട്ടത്തിൽ തന്നെ വളരെ വിശദമായ ഒരു അന്വേഷണം ഞങ്ങൾ നടത്തുകയുണ്ടായി. അപ്പോ
ആ പരിസരത്ത് എവിടെയും ഇങ്ങനെ ഒരു കാര്യം നടന്നതായി ആ നാട്ടുകാർക്ക് ഒരാൾക്കും അറിവില്ല. ഒരാളും അതേ സംബന്ധിച്ച് കേട്ടറിഞ്ഞിട്ട് പോലുമില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു സംസ്ഥാന ഉപമുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്നതാണ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ ശത്രുക്കൾ ഇങ്ങനെ ഒരു പൂജ അദ്ദേഹത്തിനെതിരെ നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞു അദ്ദേഹം ഒരു നല്ല ഭക്തനാണ്, വിശ്വാസിയാണ് എന്നൊക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എന്താണ് ഭക്തി, എന്താണ് വിശ്വാസം എന്നതൊക്കെ അദ്ദേഹത്തെ ഒന്നുകൂടെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ വിശ്വാസം എന്നത്, ഭക്തി എന്നതൊക്കെ ഈ ശത്രു നിഗ്രഹത്തിനുള്ളതാണ്. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള പൂജ ഉണ്ടെങ്കിൽ അത് ഒരു വസ്തുതയാണെങ്കിൽ അത് എന്നാ പിന്നെ അത് നടത്തിയാൽ മതിയല്ലോ പരസ്പരം എല്ലാവർക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ധാരണയിലൊക്കെ ഒരു മന്ത്രി ഇരിക്കുക, ആ ധാരണ അദ്ദേഹം ഒരു മടിയും കൂടാതെ പരസ്യമായി വിളിച്ചു പറയുക എന്നുള്ളത് വല്ലാത്ത അസഹനീയമായിട്ടുള്ള ഒരു കാര്യമായി പോയി എന്നാണ് ആദ്യം പറയാനുള്ളത്. മറ്റൊന്ന്, ഈ രാവിലെ കുറച്ചു നേരമെങ്കിലും ശ്രീ രാജരാജേശ്വര ക്ഷേത്രം ഈ വിവാദത്തിൽ പെട്ടു എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ്. രാജരാജേശ്വര ക്ഷേത്രം നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഹിന്ദു ആചാരപ്രകാരമുള്ള ഉത്തമത്തിലുള്ള പൂജകൾ, അതും തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രത്യേകതകളോട് കൂടിയുള്ള ശ്രേഷ്ഠമായ പൂജകൾ നടക്കുന്ന ഒരു ക്ഷേത്രത്തെ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വലിച്ചഴച്ചു എന്നുള്ളത് അത് വല്ലാത്തൊരു വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഈ നരബലി, മൃഗബലി, അതുപോലുള്ള പൂജകളും മറ്റുമൊക്കെ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നൊരു ധാരണ ഇപ്പോഴും വരുത്താനേ ഉപകരിക്കൂ. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു ക്ഷേത്രത്തിലും ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള മദ്യം, മത്സ്യം, മാംസം ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള പൂജയും ഒരു ക്ഷേത്രത്തിലും നടക്കുന്നില്ല. ഏതാണ്ടൊരു 10-25 വർഷം മുമ്പ് തന്നെ കർശനമായ നിലപാട് ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡുകൾ കൈക്കൊണ്ടിട്ടുണ്ട്, സർക്കാരുകൾ കൈക്കൊണ്ടിട്ടുണ്ട്. മുരളി, എൻ്റെ ചോദ്യം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മൃഗബലി ഇപ്പോൾ നടക്കുന്നില്ല. അത് ഒരു 20 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും കേരളത്തിൽ അവസാനിപ്പിക്കപ്പെട്ടിരുന്നു. തൊട്ടടുത്ത മാടായിക്കാവില് ശക്തിപൂജ നടക്കുന്നുണ്ട്. അവിടെ കോഴിയാണ് നിവേദ്യം. അതുപോലെ തന്നെ ഇരിക്കൂറിൽ, കണ്ണൂർ ജില്ലയിൽ തന്നെ മാമാനംകുന്ന്, അവിടെ ഈയിടെ മോഹൻലാൽ പോയിരുന്നു. ഇതേ നിലയിൽ ഭദ്രകാളിയാണ് പ്രതിഷ്ഠ, അവിടെയും കോഴിയാണ് നിവേദ്യം. അതുപോലെ തന്നെ നീലേശ്വരത്ത് മന്നംപുറത്തുകാവ്, അവിടെ കോഴിക്കോടേക്ക് പോയാൽ പിഷാരടിക്കാവ്. അപ്പോൾ ഏതായാലും കോഴി ബലി നടക്കുന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ നിവേദ്യമായി കോഴിയെ സമർപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. മൃഗബലി അല്ലെങ്കിൽ ആട് ബലി നേരത്തെ ഉണ്ടായിരുന്നു, അത് ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരു ക്ഷേത്രത്തിലെ ആചാരവുമായി ബന്ധപ്പെട്ട ചർച്ചയേ അല്ല. ഇത് പറയുന്നത് ഇപ്പോൾ DK ശിവകുമാർ കുറച്ചുകൂടി വിശദീകരിച്ച് വൈകുന്നേരം പറഞ്ഞതെന്ന് വെച്ചാൽ 15 കിലോമീറ്റർ അകലെ, അതായത് രാജരാജേശ്വര ക്ഷേത്രം നിലനിൽക്കുന്നിടത്ത് നിന്ന് 15 കിലോമീറ്റർ അകലെ വെച്ച് ഇങ്ങനെ ഒരു സ്വകാര്യ സ്ഥലത്ത് മൃഗബലി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായ കണക്കോടുകൂടിയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. 52 മൃഗങ്ങളെ. അക്കാര്യം അന്വേഷിക്കാൻ ദേവസ്വം ബോർഡിന് ചുമതലയുണ്ടോ? അല്ല നികേഷ്, അക്കാര്യം അന്വേഷിക്കേണ്ടത് ദേവസ്വം ബോർഡാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം അത് ദേവസ്വം ബോർഡിന്റെ പരിധിയിൽപ്പെടുന്ന ഒരു കാര്യമല്ലല്ലോ. അത് അന്വേഷിക്കേണ്ടത് സർക്കാരാണ്, പോലീസാണ്. അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് വളരെ കണിശമായിട്ടുള്ള പരിശോധന കാര്യത്തിൽ നടക്കണം. ആ പരിശോധന നടക്കണമെന്ന് ഞങ്ങളും ആവശ്യപ്പെടാൻ പോവുകയാണ്. നാളെ അതുമായി ബന്ധപ്പെട്ട പരാതി ദേവസ്വത്തിന്റെ ചുമതലപ്പെട്ട എക്സിക്യൂട്ടീവ് ഓഫീസർ പോലീസിന് നൽകാൻ പോവുകയാണ്. ഇത് അന്വേഷിക്കണം. അങ്ങനെ എന്തെങ്കിലും നടക്കാൻ പാടില്ലാത്ത കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം, പരിശോധിക്കണം, കർശനമായ നടപടിയെടുക്കണം. ആ നിലപാടാണ് ദേവസ്വം ബോർഡിനുള്ളത്. അത് അന്വേഷിക്കേണ്ടത് സർക്കാരാണ്. ദയവായി തുടരുക, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ഹരിയ പത്തനാപുരം, കേരളത്തിന് അങ്ങനെ ഒരു കീർത്തിയോ അല്ലെങ്കിൽ
അങ്ങനെ ഒരു ടാഗിൽ കേരളം പെട്ടുപോയിട്ടൊക്കെ ഉണ്ടോ? ഇത്തരത്തിലുള്ള ബ്ലാക്ക് മാജിക്കിലേക്കോ അല്ലെങ്കിൽ മൃഗബലിയിലേക്കോ ഈ നിലയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഇടമാണ്. ഇപ്പോൾ നമ്മൾ അരുണാചൽ പ്രദേശിൽ പോയി 2 പേര് ആത്മഹത്യ ചെയ്തോ അന്യഗ്രഹ ജീവികൾക്കൊപ്പം പോകാൻ വേണ്ടി എന്നതുപോലെ കേരളം ഈ നിലയിലാണോ മറ്റിടങ്ങളിൽ അറിയപ്പെടുന്നത്? അല്ല, കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല വ്യാപകമായി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ നരബലി നടന്ന ഒരു സ്ഥലമാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ് നമ്മുടെ കേരളത്തിൽ നടന്നത്. പിന്നെ രാജരാജേശ്വര ക്ഷേത്രത്തെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും അവിടുത്തെ ഭക്തജനങ്ങൾക്ക് വല്ലാണ്ട് വേദന തോന്നും. കാരണം എനിക്ക് തോന്നുന്നു ശത്രുസംഹാര അർച്ചന പോലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും നടക്കാത്ത ഒരു ക്ഷേത്രമാണത്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് പറയുമ്പോൾ ഭക്തജനങ്ങൾക്കടക്കം അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്ന ആളുകൾക്കടക്കം ഇതെന്താണ് എന്നൊരു ചിന്ത ആശങ്കയോടുകൂടി ഉണ്ടാകാം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ DK ശിവകുമാർ എന്ന ആൾ, അദ്ദേഹം ആ പൊതുപ്രവർത്തകൻ ബോധപൂർവം ആ ക്ഷേത്രത്തെ അപമാനിക്കാനോ അല്ലെങ്കിൽ കേരളത്തെ അപമാനിക്കാനോ പറഞ്ഞതാണ് എന്ന് ഞാൻ കരുതുന്നില്ല വ്യക്തിപരമായി. കാരണം ഞാൻ അദ്ദേഹത്തെ ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ഭക്തനായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം, ഞാൻ എന്റെ പ്രൊഫഷണലിൽ നിന്നുകൊണ്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് പറയുകയാണ്. ആരോ ഒരാൾ, എന്റെ അറിവ്, നിങ്ങൾ ചിലപ്പോൾ നാളെ ഇതിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹമായിട്ട് അടുപ്പമുള്ള ഒരാൾ അദ്ദേഹത്തോട് പേഴ്സണലി സംസാരിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കിട്ടാനാകും സാധ്യതയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ കരുതുന്നത്. തെറ്റാകാം, ശരിയാകാം. ആരോ ഒരാൾ ഒരു ദുർമന്ത്രവാദമോ മറ്റോ ചെയ്യുന്ന ഒരാൾ, കാരണം അദ്ദേഹം വിശ്വാസിയാണ്, അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാകാം ഇങ്ങനെ താങ്കളെ തകർക്കാൻ അല്ലെങ്കിൽ താങ്കളെ നശിപ്പിക്കാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ടാകാം എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഞാനത് ഉത്തമ ബോധ്യത്തോടെയാണ് പറയുന്നത്. കാരണം ഞാൻ പലപ്പോഴും എന്നുള്ളതല്ലല്ലോ അദ്ദേഹം നമുക്ക് തരുന്ന ഫീഡ്ബാക്ക്. ശരിയാണ്, താങ്കൾ പറയുന്നത് ശരിയാണ്. ഞാൻ അതിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. 52 മൃഗങ്ങളെ ബലി കൊടുത്തിരിക്കുന്നു. അതിൽ ഇത്ര പന്നി, ഇത്ര ആട്, ഇത്ര ചുവന്നയാട് തുടങ്ങിയ കണക്കുകളുണ്ട്. ശ്രീ നികേഷ് കുമാർ, താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകനാണ്. പലപ്പോഴും ഈ മാധ്യമങ്ങൾ ചെയ്യുന്ന വാർത്തകളിൽ നമുക്ക് 100% കൃത്യമായ വിവരം കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വാർത്തകളും ചെയ്യാറില്ല. ചില ഇൻഫർമേഷൻസ് വെച്ചിട്ട് ചിലപ്പോൾ പറയുന്ന ആൾ തെറ്റായിട്ട് പറഞ്ഞാൽ പോലും നമ്മൾ അങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ ചെയ്യാറുണ്ട്. പല വാർത്തകൾ മുൻപ് നമ്മുടെ മുമ്പിൽ തെളിവുകളുമുണ്ട്. അത് ആ പറയുന്ന ആൾ പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന നിങ്ങൾ വാർത്ത ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ഞാൻ അതാ പറഞ്ഞത്. DK ശിവകുമാർ എന്ന ആൾ, അദ്ദേഹം ഒരു വിശ്വാസിയാണ്. ആ വിശ്വാസിയായ ഒരാളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ ദുർമന്ത്രവാദം ചെയ്യുകയോ ഇദ്ദേഹത്തിന് പിന്നീട് ഇതിന്റെ പരിഹാര ക്രിയകൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടോ ആരോ കൃത്യമായി അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഇത് ചെറിയ തോതിൽ നമ്മുടെ നാട്ടിലുള്ള സാധാരണ വിശ്വാസികളെ നിരന്തരം തെറ്റിദ്ധരിപ്പിക്കാറുള്ള കാര്യമാണ്. ഞാനിത് പറയുമ്പോൾ ഇപ്പൊ ഇതിന്റെ താഴെ വേണേലും കുറെ തീവ്ര വിശ്വാസികളുണ്ട്, അവർ വന്ന് നിനക്കിത് വിശ്വാസമില്ല വിട്ടിട്ട് പൊക്കോളൂന്ന് കമന്റ് ഇടും. ഞാൻ പറയുന്നത് ഇത്തരത്തിൽ വിശ്വാസികളെ ചെറിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ വലിയ തോതിൽ സമ്പന്നരെയും ഇത്തരത്തിലുള്ള അധികാര സ്ഥാനത്തുള്ള ആളുകളെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ആ പാവം പിടിച്ച മനുഷ്യൻ അത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആദരവോടുകൂടി കാണുന്ന ഒരു ക്ഷേത്രത്തെയും അതിന്റെ ചുറ്റുപാടുകളെയും വിമർശിക്കുന്ന രീതി പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നതായി എനിക്ക് തോന്നില്ല. അങ്ങനെയല്ല കേട്ടോ. അക്കാര്യത്തിലൊരു വ്യക്തത ആവർത്തിച്ചു വരുത്തേണ്ടതുണ്ടെങ്കിൽ ആവർത്തിച്ചു വരുത്താം. നേരത്തെ രാവിലെ തന്നെ DK ശിവകുമാർ രാജരാജേശ്വര ക്ഷേത്രത്തിൽ നടന്നു എന്ന് പറഞ്ഞതായി എൻ്റെ അറിവിലില്ല. ഞാൻ രാവിലെ വാർത്ത വായിക്കുമ്പോഴാണ് ഈ വിഷയം ആദ്യമായി ബ്രേക്കിംഗ് ആയി ടെലിവിഷൻ ചാനലുകളായി കൊടുത്തിട്ടുള്ളത്. ആ സമയത്ത് തന്നെ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ അടുത്ത് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി വ്യക്തത വരുത്തിയിരിക്കുന്നു. 15 കിലോമീറ്റർ അകലെ എന്നുള്ളതാണ്. ഞാൻ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ പ്രതിനിധി അപ്പോൾ ടെലിഫോൺ ലെവലിൽ ലഭിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം അത് ഒരു വിശദീകരണ കുറിപ്പായി അയക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു രാജരാജേശ്വര ക്ഷേത്രത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, അതിൻ്റെ അടുത്ത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന്. അപ്പോൾ അവരും അത് ഒരു അറിവായിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു സംശയം ശ്രീ നികേഷ് കുമാർ ഈ വിഷയത്തിൽ എന്താണ് ഇപ്പൊ കരുതുന്നത്? ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നാണോ അത് താങ്കൾ 100% ഉറപ്പിച്ച് പറയുന്നു എന്നാണോ? നോക്കൂ, രാജരാജേശ്വര ക്ഷേത്രത്തിൽ നടന്നോ എന്നുള്ളതാണോ എന്നോടുള്ള ചോദ്യം? എനിക്ക് രാജരാജേശ്വര ക്ഷേത്രത്തെ തൊട്ടടുത്തറിയുന്നതാണ്, എന്റെ ജന്മസ്ഥലമാണ്. അതെ, അവിടെ അങ്ങനെ ഒരു സംഭവം നടക്കില്ല. അത് അതുകൊണ്ട് തന്നെയാണ് അവിടെ ആ കോപ്പിയുടെ നമ്മുടെ മുന്നിൽ വരുന്ന ബ്രേക്കിംഗ് ന്യൂസിന്റെ എല്ലാ മൂല കോപ്പിയും നോക്കുമ്പോൾ അതിനകത്ത് രാജരാജേശ്വര ക്ഷേത്രത്തിനടുത്ത് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ സമയത്ത് രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ബോർഡ് അംഗം ടെലിഫോൺ ലൈനിൽ വന്നപ്പോൾ ഞാനത് അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തത്. കാരണം ആ ക്ഷേത്രത്തിനൊരു ഇത്തരത്തിലുള്ള ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാകരുതല്ലോ.
അല്ല, ഞാൻ നികേഷ് കുമാറിനോട് ചോദിക്കുന്നത്, താങ്കൾ പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നു എന്നാണോ, അതോ അങ്ങനെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണോ? എന്താണ് താങ്കളുടെ വെർഷൻ? അല്ല, നോക്കൂ, അവിടെ ഇപ്പോൾ 15 കിലോമീറ്റർ അകലെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അല്ലെ, നോക്കൂ, നമ്മുടെ നാട്ടിൽ മൃഗബലി നടക്കുന്നുണ്ട് കേട്ടോ. പലയിടങ്ങളിലായി പല തരത്തിലുള്ള ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. നേരത്തെ താങ്കളെ പറഞ്ഞ പോലെ നരബലി നടക്കുന്നുണ്ട്, പിന്നെ മൃഗബലി നടക്കാതിരിക്കുമോ? അത് നടക്കുന്നുണ്ടാവും. ഈ കാര്യത്തില് ഇനിയിപ്പോ അത് തെറ്റിദ്ധരിപ്പിച്ച ഒരു മിനിറ്റ് എന്നോട് ചോദ്യം ചോദിച്ചല്ലേ, ഞാൻ അതിന് മറുപടി പറയാം. അതായത് രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ 15 കിലോമീറ്റർ അകലെ എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് ആയ ഒരു സ്ഥലത്ത് വേണമെങ്കിൽ ഈ പറയുന്ന 52 മൃഗങ്ങളെ ബലി കൊടുത്ത് അവിടെ ആ നിലയിൽ അങ്ങനെ ഒരു ക്രിയ നടത്താൻ കഴിയുന്ന സ്ഥലം തന്നെയാണ്. അല്ല, സംശയമൊന്നുമില്ല. ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അദ്ദേഹം പറയുന്നത് എനിക്ക് അവിടുത്തെ ഭൂപ്രകൃതി അറിയില്ല. അദ്ദേഹം പറയുന്നത് നോക്കൂ, ഇത്ര മൃഗങ്ങളെ ഈ തരത്തിലാണ് അവിടെ നടത്തിയിരിക്കുന്നത്, ചെയ്തയാളാണ് തന്നോട് പറഞ്ഞത് എന്നുള്ളതാണ്. ചിലപ്പോ അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം, ഇല്ലായിരിക്കാം, നമുക്കതിനെ കുറിച്ച് അറിയില്ലല്ലോ. അഭ്യൂഹം. ശ്രീ നികേഷ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ ഒരു എക്സ്പീരിയൻസ്ഡ് അല്ല. ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ്. ഇങ്ങനെ കൃത്യമായി ഇങ്ങനെ ഒരു സ്ത്രീ ചെയ്തു, നിങ്ങളുടെ ബന്ധു ചെയ്തു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാം എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി എനിക്ക് അവിടുത്തെ ഭൂപ്രകൃതി അറിയില്ല. എനിക്ക് താങ്കൾ ഇപ്പൊ പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുള്ള ആളല്ല, എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു കാര്യം ഇത്രയേറെ മൃഗങ്ങളെ വെച്ചിട്ട് കേരളത്തിൽ ചെയ്യാൻ പറ്റുമെന്നോ, അങ്ങനെ ചെയ്താൽ അതിൽ ഫലം ഉണ്ടാകുമെന്നോ. അതായത് ഒരാൾക്കെതിരെ ചെയ്താൽ ശ്രീ നികേഷ് വഴിക്ക് ഫലമല്ലെങ്കിൽ എന്തിനാണ് ഫലം? നമ്മുടെ ഒരു ആത്മവിശ്വാസത്തിന് വേണ്ടി മാത്രമാണല്ലോ നമ്മൾ ദൈവവിശ്വാസത്തെ കാണുന്നത് പലപ്പോഴും. എനിക്കറിയില്ല, എന്റെ ഒരു വിശ്വാസം അങ്ങനെയാണ്. ശ്രീ നികേഷ് ഇപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്. ശ്രീ നികേഷ് പറഞ്ഞു മോഹൻലാൽ പോയി ശത്രു സംഹാര അർച്ചന നടത്തിയെന്ന് ഈ വന്ന വഴിക്ക് പറഞ്ഞു. ശരിക്കും ഈ ശത്രു സംഹാരം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ശത്രുവിനെ സംഹരിക്കാനാണ്, അല്ലാതെ പുറത്തുള്ള ശത്രുവിനെ സംഹരിക്കണം എന്ന് പറഞ്ഞിട്ടല്ല നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇപ്പൊ പൊളിറ്റിക്കലി എതിരുള്ള ആളുകൾക്ക് ഈ പൂജ ചെയ്ത് മറ്റൊരാളെ സംഹരിച്ചാൽ പോരെ? എന്തിനാണ് ഈ ഇലക്ഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്? അല്ലാതെ കറക്റ്റാണ്. മാത്രമല്ല ഈ ശത്രു അല്ല, ഒരു മിനിറ്റ്, ഈ ശത്രു ശ്രീ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട്, അങ്ങനെ താങ്കളാണല്ലോ ഇതിനകത്ത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള. നോക്കൂ, ശത്രു സംഹാര പൂജ എന്ന് പറയുന്ന ഒരു പൂജ യഥാർത്ഥത്തിലുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ എൻ്റെ ഒരു എനിക്ക് ഇക്കാര്യത്തിൽ എടുക്കാൻ കഴിയുന്ന ഒരാളെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ശക്തി പൂജയാണ്. അതിന് മാർക്കറ്റ് ചെയ്തിട്ടാണ് ശത്രു സംഹാര പൂജ എന്ന് വിളിക്കുന്നതെന്നാണ്. അങ്ങനെ ശത്രു സംഹാര പൂജ എന്ന് വിചാരിക്കുമ്പോൾ നമുക്കൊരാളോട് ദേഷ്യം തോന്നുന്നു, ഉടനെ ആ ആളെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ഓടി ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നു, എന്നിട്ട് മൈക്കിലൂടെ നമ്മുടെ പേര് വിളിച്ചു പറയുന്നു. പലയിടങ്ങളിലും നമ്മൾ കാണുന്നുണ്ടല്ലോ ശ്രീ കാളിദാസ ഭട്ടതിരിപ്പാട്. അല്ല, അത് ഞങ്ങൾ പഠിച്ച ശാസ്ത്രത്തിലൊന്നും ഇല്ലാത്ത സംഗതികളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഉറപ്പായിട്ട് തന്നെ പറയാം, മനുഷ്യന്റെ സ്വാർത്ഥതയും മനുഷ്യന്റെ മനസ്സിന്റെ കുടിലതകളും ഒക്കെയാണ് ഈ ശത്രു എന്ന് പറയുന്നത്. അപ്പൊ ശത്രു സംഹാരം എന്ന് ആൾക്കാരെ മുമ്പേ പറഞ്ഞ പോലെ ഈ ആൾക്കാരിൽ നിന്ന് പിന്നെ പണം കിട്ടാനുള്ള ഏർപ്പാടായിട്ട് വേണം അതിനെ ചിന്തിക്കാൻ. കാരണം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ അടിസ്ഥാനപരമായ തെറ്റെന്ന് പറഞ്ഞത് ശത്രു പുറത്തുള്ള ആളല്ല, അവനവനെ തന്നെ ശുദ്ധീകരിക്കാനുള്ള ഏർപ്പാടാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അവനവന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യമാണല്ലോ ഈ ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ചൈതന്യം ദേഹം വിട്ടു കഴിഞ്ഞാൽ ഈ ശരീരം പിന്നെ ചരിക്കുകയില്ല. അപ്പൊ ഈ നമ്മളെ കൊണ്ടു നടക്കുന്ന ആ എനർജിയാണ് ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് നമുക്ക് തന്നെ അറിഞ്ഞൂടെ? ഇത് വെറുതെ ഈ അങ്ങനെ ഒരു ശത്രു സംഹാരം വെച്ചാൽ അവനവനിലുള്ള നെഗറ്റീവ്സ് മാറാൻ വേണ്ടി മാത്രമാണ് അത് പറയുന്നത്. അല്ലാണ്ട് വേറെ ഒരാളിനെ നിഗ്രഹിക്കാൻ ഈശ്വരന്മാരെ കൂട്ടുനിൽക്കുകയല്ല. പിന്നെ ശബരി ഭക്ഷണം കഴിച്ചിട്ട് ശ്രീരാമന് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ആ ഒരു സമ്പ്രദായത്തിൽ സ്നേഹത്തിന്റെയും ഭക്തിയുടെയും ആദരവിന്റെയും അങ്ങേയറ്റത്ത് കഴിച്ച സാധനം ടേസ്റ്റ് ഉള്ളതാണെങ്കിലോ നല്ല സാധനമാണെങ്കിലോ കൊടുക്കാവുന്നുള്ള രീതി കൊടുത്ത ആ വലിയ ഉദ്ദേശശുദ്ധിയാണ് ഭഗവാൻ രാമായണത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതൊന്നും ഞാൻ എന്നെ കേൾക്കുന്ന ഈ വിശ്വാസി സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇത്തരം കർമ്മങ്ങളൊക്കെ വെറും ഇങ്ങനെയുള്ള ഈ ഗുരുതി എന്നൊക്കെ വെറുതെ പറയുകയാണ്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തില് ഒരുതരം വഴിപാടും ഇല്ലെന്നുള്ള സത്യം. അവിടെ ഞാൻ പുടയൂർ രാജേട്ടനായിട്ട് ഞാൻ സംസാരിച്ചു. അവിടെ പറഞ്ഞത് തന്ത്രിയാണ് അവിടുത്തെ. അദ്ദേഹം പറഞ്ഞത് അവിടെ വേറെ ഒരു വഴിപാടും ഇല്ല. അവിടെ ശരിക്കും പറഞ്ഞാൽ നെയ്യമൃത് എന്ന് പറഞ്ഞ ഈ മറ്റേ ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാരാണ് കുളിച്ച് തട്ടുകൊടുത്ത് ഇത് അവിടെ കൊണ്ടുവയ്ക്കുന്ന നടക്കി വെക്കുന്നത്, അല്ലാണ്ട് വേറെ ഒരു വഴിപാടും അവിടെ ഇല്ല. പക്ഷെ അത് സംഗതി വശാൽ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് രാജരാജേശ്വരത്തെ കുറിച്ച് ചർച്ച വന്നുകൊണ്ട് പറഞ്ഞാണ്. ഏതായാലും ഈ ശത്രു എന്ന് പറഞ്ഞാൽ അവനവൻ തന്നെയാണ്. അവനവന്റെ മനസ്സ്, അവനവന്റെ സ്വാർത്ഥത, അവനവന്റെ ഈ എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള സ്വാർത്ഥത. അത് നമുക്ക് ഒരു തരത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതും അത് തന്നെയാണ്.
എന്തിനാണ് ഈ രാഷ്ട്രീയക്കാർ ഇങ്ങനെയുള്ള ശത്രു സംഹാര പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്കോ വേണ്ടി അറിയാതെ പോലും താല്പര്യം കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ താല്പര്യം കാണിക്കൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇപ്പോ എനിക്ക് അതൊരു വിഷയമായി തോന്നണമെങ്കിൽ, വിഷയമായി തോന്നിയതിന് ശേഷം ഞാനത് വാർത്താ സമ്മേളനത്തിൽ പറയണമെങ്കിൽ എൻ്റെ മനസ്സിനെ മതിക്കണമല്ലോ. എൻ്റെ മനസ്സിനെ മതിക്കണമെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ശത്രു സംഹാര പൂജ ഒരാൾ നടത്തി അല്ലെങ്കിൽ മൃഗബലി നടത്തി അതെന്നെ ദോഷകരമായി ബാധിക്കാനിടയുണ്ട് എന്ന നിലയിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടെങ്കിലല്ലേ ഞാനതൊരു വാർത്താ സമ്മേളനത്തിലേക്ക് അവതരിപ്പിക്കുന്നതിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പക്ഷേ അതിനു മുമ്പ് ഇടവേള കഴിഞ്ഞതിന് ശേഷം ശ്രീ M.R. മുരളി, ഈ പത്തനംതിട്ടയിലെ നരബലിയെക്കുറിച്ച് ഈ ചർച്ചയിൽ പലതരത്തിലുള്ള പരാമർശങ്ങൾ ഉയർന്നു വന്നല്ലോ. ആ ഘട്ടത്തിൽ തന്നെ നമ്മളൊരു അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള ബില്ല് കൊണ്ടുവരാൻ പോകുന്നു, നിയമമാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അത് വളരെ സജീവമായി പല പത്രങ്ങളും എഡിറ്റോറിയൽ എഴുതുക പോലും ചെയ്തിട്ടുള്ളതാണ്. നോക്കൂ, മഹാരാഷ്ട്രയിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ മഹാരാഷ്ട്ര ഒരു നിയമനിർമ്മാണത്തിലൂടെ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അവരുടേതായിട്ടുള്ള നിലപാടെടുത്തു. കേരളത്തിൽ എന്തുകൊണ്ടാണത് സാധ്യമാകാത്തത്? ഇതില് നികേഷ്, ഈ നിയമനിർമ്മാണം അത്യാവശ്യമാണ്. നിയമങ്ങൾ ഉണ്ടാവണം, ശക്തമായ നിയമങ്ങൾ ഉണ്ടാകണം. കുറ്റകൃത്യമായിട്ടുള്ള അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ നടപടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തമായ നിയമങ്ങൾ ഉണ്ടാവണം. അതൊരു വശം. മറ്റൊന്ന്, ഈ നിയമങ്ങൾ കൊണ്ട് മാത്രം, നിയമനിർമ്മാണം കൊണ്ട് മാത്രം അവസാനിപ്പിക്കാവുന്നതാണോ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ? നമ്മുടെ നാട്ടിലിപ്പോ ആചാരം ഏതാണ്, അനാചാരം ഏതാണ്, വിശ്വാസം ഏതാണ്, അന്ധവിശ്വാസം ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ എല്ലാം കൂടി കുഴഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിയില്ലേ? അപ്പൊ ഒരു വലിയ ബോധവൽക്കരണം എനിക്കിപ്പോ തോന്നുന്നത്, ഈ ചർച്ചയുടെ ഒരു വശം, ഒരു പോസിറ്റീവ് വശം ഈ ചർച്ചയ്ക്കുണ്ടെന്നാണ്. ഇവിടെ ശ്രീ ശശി പത്തനാപുരം പറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ ബഹുമാന്യനായ അക്കീരമ്മൻ ഭട്ടതിരിപ്പാട് പറഞ്ഞ കാര്യങ്ങൾ, മറ്റുള്ളവരുടെ മുഴുവൻ ഞാൻ കേട്ടില്ല. ഇതിലെല്ലാം ഉയർന്നു വരുന്ന ഒരു പ്രശ്നമുണ്ട്. എന്താണ് ഭക്തി, എന്താണ് വിശ്വാസം? അന്യനെ ദ്രോഹിക്കാനുള്ളതാണോ, മറ്റുള്ളവരെ കൈകാര്യം ചെയ്യാനുള്ളതാണോ, അതോ സ്വന്തം ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കാനുള്ളതാണോ, സ്വന്തം ശക്തിയെ വർദ്ധിപ്പിക്കാനുള്ളതാണോ എന്ന തലത്തിലേക്ക് നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ആരാധനകളും ഒക്കെ ഒന്ന് പുനർനിർവചിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ അതാണ് ഞാൻ നേരത്തെ ഉന്നയിച്ച ചോദ്യത്തിലെ പ്രധാനപ്പെട്ട. ഇപ്പം DK ശിവകുമാറിനെ പോലൊരാള് ഇങ്ങനെ ഒരു ആചാരത്തിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടണമെങ്കിൽ അതൊക്കെ ഫലിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നത് കൊണ്ടായിരിക്കുമല്ലോ. ഇവിടെ നോക്കൂ, രാവിലെ വന്ന വാർത്തയിൽ ഈ അഘോരികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഈ പൂജ കണ്ടക്ട് ചെയ്തത് എന്ന് പറയുന്നു. അത്രയും ഡീറ്റെയിൽ ഉണ്ട്. അഘോരികളാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പേര് ഇന്നതാണ്, എന്താ, മരണമോഹന സ്തംഭന യാഗം എന്നാണ്, രാജകന്തക യാഗം എന്നാണ്. അപ്പോൾ ആ നിലയിൽ അതിൻ്റെ പേരറിയാം, അത് ആരാണ് ചെയ്തതെന്നറിയാം, എത്ര ആടുകളാണ്, എത്ര പശുക്കളാണ്, എത്ര പന്നികളാണ് എന്നത് സംബന്ധിച്ച് എല്ലാം കൃത്യ കണക്കുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിനെ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെങ്കിലല്ലേ നമ്മൾ സാധാരണ ഇതിൽ അത് വാർത്താ സമ്മേളനത്തിൽ ഒരു വിഷയമായി ഉന്നയിക്കുള്ളൂ. തീർച്ചയായിട്ടും. അല്ല, അതിലിപ്പോ നമുക്ക് ആർക്കെങ്കിലും നേരെ അങ്ങനെ ഒരു കാര്യം നടന്നിരിക്കുന്നു എന്ന് അത് തള്ളിക്കളയാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലാണ് അദ്ദേഹം എന്നുള്ളത് കൂടി ഇതിൽ കാണേണ്ടതുണ്ട്. അദ്ദേഹം ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹം ചിലപ്പോ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ എതിരാളികൾക്കെതിരെ ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എതിരാളികൾ അദ്ദേഹത്തിനെതിരെ ചെയ്യുന്നു എന്ന് വരുമ്പോ വ്യാകുലപ്പെടുന്നത്. ഇതിൽ നികേഷ് ചെയ്യേണ്ട ഒരു കാര്യം, വളരെ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കണം. ശ്രീ DK ശിവകുമാർ ചെയ്യേണ്ടത്, അദ്ദേഹം ഉത്തരവാദപ്പെട്ട ഒരു ജനപ്രതിനിധിയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ സോഴ്സ് എന്താണോ അത് വെളിപ്പെടുത്തണം, ഗവൺമെന്റിനോട് വെളിപ്പെടുത്തണം. എന്നിട്ട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം. നീചമായൊരു കൃത്യം, ഈ കേരളത്തിനാകെ അപമാനമാകുന്ന നിലയിലുള്ള ഒരു നീചകൃത്യം ഇനി ഏതെങ്കിലും ഉൾപ്രദേശത്ത് നടന്നിട്ടുണ്ട് എന്ന് തന്നെ കരുതുക. അത് അവസാനിക്കണമല്ലോ, അതിന് നടപടി ഉണ്ടാകണമല്ലോ. ആരാണ് അതിന് നേതൃത്വം കൊടുത്തത്? ഈ ക്രൂര. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് M.R. മുരളി. ഇടയ്ക്ക് താങ്കളൊന്ന് കട്ടാവുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. തുടരുക. രാഹുൽ ഈശ്വരൻ എന്തോ പറയാനുണ്ടായിരുന്നു. രാഹുൽ.
ഡികെ സാർ, ഒരു കാര്യം ഞാനൊക്കെ വിശ്വാസികളാണ്. നമ്മൾ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം ഒരു കൊട്ടേഷൻ ഗാങ്ങിന്റെ തലവനല്ല. ദൈവത്തിന് സ്വന്തമായ ഒരു മാഫിയ ഗാങ് ഇല്ല ആർക്കെങ്കിലും ഇങ്ങനെ പണി കൊടുക്കാൻ. അവിടെയാണ് ഈ ചർച്ചയുടെ മുരളി സാർ പറഞ്ഞ പോസിറ്റീവ് കാര്യം. കാളിദാസൻ ചേട്ടനെ പോലുള്ളവർ, ശ്രീ ഹരിയെ പോലുള്ളവർ, ഞങ്ങളെല്ലാം വിശ്വാസത്തിന്റെ മേഖലയിൽ നിൽക്കുന്നവരാണ്. വിശ്വാസികൾ തന്നെ അന്ധവിശ്വാസത്തെ എതിർക്കാൻ മുമ്പോട്ട് വരുന്നതിനെ പോസിറ്റീവായി കാണണം. രണ്ട്, ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം ആവശ്യമാണ്. പക്ഷെ അത് യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും കവലപ്രസംഗമല്ല. സാമ്പത്തിക ചൂഷണം, ലൈംഗിക ചൂഷണം, സന്തോഷ് അടക്കമുള്ള കേസുകൾ അറിയാം. അല്ല, അവിടെ നോക്കൂ, ഞാൻ നേരത്തെ ശ്രീ എം ആർ മുരളിയോട് അത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു നിയമനിർമ്മാണത്തിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം, പക്ഷേ അതില്ലാതെ തന്നെ അത് സാധ്യമാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വ ബോധത്തെ കുറിച്ചാണ് ഇവിടെ പ്രശ്നം. എന്താണെന്നറിയാമോ, വിശ്വാസം നോക്കൂ രാഹുൽ, ഇപ്പൊ ഞാൻ വിശ്വാസമെന്നും അന്ധവിശ്വാസമെന്നും കാണുന്നതല്ല രാഹുൽ ഈശ്വര വിശ്വാസമെന്നും അന്ധവിശ്വാസമെന്നും കാണുക. അക്കീരമണ്ണ് തീർത്തും വ്യത്യസ്തമായ വേറൊരു ലൈൻ ഉണ്ടാവും. ഇത് ഈ ലൈൻ വളരെ നേർത്തതാണ്. ഈ പ്രശ്നം കൊണ്ടാണ് നമുക്ക് അന്ധവിശ്വാസം നിർമ്മാർജ്ജനം ഉണ്ടാക്കാൻ കഴിയാത്തത്. ഗാന്ധിജിയും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പസ്വാമിയും മന്നത്താചാര്യനും എല്ലാം വിശ്വാസികളായിരുന്നു. അപ്പൊ നമ്മുടെ യാസ്തിക് എന്ന് പറയുന്നത് ചൂഷണാത്മകം, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, അങ്ങനെ ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്, എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഇത്തരം യാസ്റ്റിക്സിൽ വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയണം. ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇന്റലക്ച്വൽ തർക്കത്തിൽ ഇത് ഇല്ലാതായി പോകും. വിശ്വാസികളുടെ ഭാഗത്തിൽ 99% അന്ധവിശ്വാസികൾക്കെതിരെയാണ്. നമ്മുടെ എല്ലാ പുരോഗമനങ്ങളും കൊണ്ടുവന്നത് ഋഷീശ്വരന്മാരും സന്യാസിമാരും നമ്മുടെ ഇടയിൽ തന്നെ റിഫോർമേഴ്സ് ആണ്. അതുകൊണ്ട് തീർച്ചയായും ഇത് വിശ്വാസമല്ല, വിശ്വാസം വേറെയാണ്. നമുക്ക് എന്തൊക്കെയാണ് തർക്കിക്കാം, പക്ഷേ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ ക്ലിയർ ആയിട്ടൊരു ലൈനുണ്ട്. ആ ലൈനെ നിർവചിക്കാൻ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും കോൺഗ്രസും BJP-യും അടക്കം ഒരുമിച്ച് ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ ഉദാഹരണം അൺടച്ചബിലിറ്റി, നമ്മുടെ ഇടയിൽ 100% തെറ്റായ ഒരു കാര്യമാണ്. RSSന്റെ പശ്ചാത്തലത്തിലുള്ള പാലിയം വിളംബരം അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവും പോസിറ്റീവാണ്. യദുവിനെ പൂജാരിയായി കൊണ്ടുവന്നത് പോസിറ്റീവാണ്. ശ്രീ കാളിദാസൻ ചേട്ടൻ തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് യോഗക്ഷേമ സഭയിൽ വ്യത്യസ്ത സമുദായങ്ങളിലെ പൂജാരിമാരുടെ കാര്യം പറയുകയും ചില ആൾക്കാരെ എതിർക്കുന്നവരുണ്ടാകാം. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നിർവചിച്ച് ഒരുമിച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അല്ലാതെ താത്വികമായി തർക്കിച്ചില്ലാതായിട്ടില്ല. പോസിറ്റീവ് സ്റ്റെപ്പ് ഉണ്ടാകും. ശരി, പറഞ്ഞോളൂ ശശികുമാർ. പുകയാക്കി മാറ്റരുത് നികേഷ്. എനിക്ക് പറയാനുള്ള ഈ ചർച്ച വെറും ഒരു പുകയടിക്കലാക്കി മാറ്റരുത്. നമ്മൾ ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് മാറിപ്പോവുകയാണ്. കാരണം കേരളത്തില് മൃഗബലി നടക്കുന്നുണ്ട്. ഈ സ്ഥലത്ത് രാജേശ്വര ക്ഷേത്രത്തിന്റെ പരിസരത്ത് മൃഗബലി നടന്നിട്ടുണ്ടോ ഇല്ലയെന്നറിയാൻ ഈ വെളിപ്പെടുത്തൽ വന്നിട്ട് ഇന്നേ വരെ ആയിട്ട് സർക്കാർ തയ്യാറായിട്ടില്ല. കാരണം വളരെ നിഷ്പ്രയാസം സർക്കാരിന് അല്ലെങ്കിൽ അവിടെ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്, ജില്ലാ കളക്ടർക്ക് നിഷ്പ്രയാസം ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് അരമണിക്കൂറിനുള്ളിലോ 1 മണിക്കൂറിനുള്ളിലോ റിപ്പോർട്ട് തയ്യാറാക്കാൻ കഴിയും. എന്തുകൊണ്ട് ഇതുവരെ അത് ഉണ്ടായിട്ടില്ല എന്നുള്ള ചോദ്യം നിങ്ങൾ ഉയർത്തണം. കാരണം ഇങ്ങനെ ഒരു സംഘടിതമായ ഒരു കുറ്റകൃത്യം, ഒരു ഒഫൻസാണ് അവിടെ കമ്മിറ്റ് ചെയ്തേക്കുന്നത്. ഡി കെ ശിവകുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് അവിടെയാണ് ശ്രീകുമാർ പ്രധാനപ്പെട്ട ഒരു വിഷയം നേരത്തെ ശ്രീ എം ആർ മുരളി ഉന്നയിച്ചത്. ഡി കെ ശിവകുമാർ ഒരു ഭരണാധികാരിയാണ്. മറ്റൊരു സംസ്ഥാനത്ത് ഈ തരത്തിൽ നിയമവിരുദ്ധമായ കാര്യം നടന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം പൊതുവേദിയിൽ വേണ്ട, പക്ഷെ കേരള സർക്കാരിനോടെങ്കിലും തന്റെ സോഴ്സ് വ്യക്തമാക്കണം. ഏത് രീതിയിലാണ് നടന്നതെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പമായി. അല്ല അതിനകത്തൊരു കാര്യമുണ്ട്. ഈ ഡി കെ ശിവകുമാർ പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ഇനി നമ്മുടെ നാട്ടിൽ നോക്കിക്കൊല്ല വേണ്ടത്. കാരണം ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഓൾറെഡി അത് കേസാണ്. അത് രജിസ്റ്റർ ചെയ്തേ പറ്റൂ. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഇവിടെ നടന്നിട്ടുണ്ട്. ഉണ്ടോ? രാവിലെ തന്നെ പോലീസുകാർ വരികയും കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കാം. ഒരു മിനിറ്റ്, ബാക്കി ആരും സംസാരിക്കില്ലേ ദയവായി. ശ്രീ മാധവൻ, ഞാൻ മനസ്സിലാക്കിയത് സ്പെഷ്യൽ ബ്രാഞ്ച് ഇക്കാര്യത്തിലൊരു അന്വേഷണം നടത്തിയെന്നാണ്. പല വീടുകളിലും പോയി ചോദിച്ചു നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ അത് കുറച്ചുകൂടി വ്യക്തത വരുത്തിയിരിക്കുന്നു. 15 കിലോമീറ്റർ അകലെ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ചുറ്റുവട്ടത്തുള്ള 15 കിലോമീറ്റർ അകലെയുള്ള ഏത് സ്ഥലവും ആകാം. ഇവിടുത്തെ പയ്യന്നൂര് വരെ, കണ്ണൂര്, പഴയങ്ങാടി ഒക്കെ ഇതിന്റെ ശ്രീകുമാർ ദയവായി തുടരുക. ടി മാധവ് പറയട്ടെ, അദ്ദേഹത്തിന് ആ പരിസരം അറിയാലോ. നേരത്തെ ഇവിടെ അങ്ങനെ 15 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത്, അത് ഐസൊലേറ്റഡ് ആയ സ്ഥലമാണെങ്കിലും അങ്ങനെ 52 മൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്ന് പൂർത്തിയാക്കട്ടെ അദ്ദേഹം. ശ്രീ മാധവൻ, എന്റെ ചോദ്യം നേരത്തെ ഹരി ചോദിച്ച ചോദ്യം തന്നെയാണ്. 52 മൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഒരു മൃഗബലി നടത്താൻ കഴിയുന്ന ഇടമുണ്ടോ അവിടെ എന്നുള്ളതാണ് നേരത്തെ ഹരി പത്രാവരം ചോദിച്ചത്.
ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല. ഒരു മൃഗത്തെ പോലും ഇവിടെ ഹോമിക്കാനോ അല്ലെങ്കിൽ അറക്കാനോ കഴിയാൻ പറ്റാത്ത ഒരു പ്രദേശമാണ് ഈ 15 കിലോമീറ്റർ ചുറ്റളവിൽ. ജനവാസമുള്ള പ്രദേശമാണ്. എവിടെയെങ്കിലും ഒരു ഒരു ആടിനെ അറുത്താൽ പോലും ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന പ്രദേശമാണ്. അങ്ങനെ പബ്ലിക്കായിട്ടൊന്നും അറക്കാൻ പറ്റില്ല. പിന്നെ ഈ 50 മൃഗങ്ങളെ അടക്കാമെന്ന് പറഞ്ഞാൽ അതൊന്നും ഊഹിക്കാൻ പറ്റാത്ത കാര്യമല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ശിവകുമാറെ, ലളിതമായി പറഞ്ഞ സുകുമാറെ കയ്യിലെടുക്കാൻ വേണ്ടി ഏതോ നമ്മളെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ഏതോ നേതാക്കന്മാർ അദ്ദേഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ അസത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താണ്. അത് കാര്യത്തിലെല്ലാം മനുഷ്യന്റെ മനസ്സ് വളർന്നു വരാത്തത് കൊണ്ട് ഉള്ള പ്രശ്നമാണ്. അദ്ദേഹം അപ്പോൾ തന്നെ വിശ്വസിക്കുകയൊക്കെ ഇവിടെ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ 15 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ താങ്കൾ തളിപ്പറമ്പ് പയ്യന്നൂരിന് ഇടയിലാണ് രാജരാജേശ്വര ക്ഷേത്രം ഉള്ളത്. ഇതാണ് 2 പട്ടണങ്ങളുള്ളത്. പിന്നീട് നമ്മൾ കിഴക്കോട്ട് പോയാൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളില്ലേ? ഇതൊക്കെ ഇല്ല ഇല്ല, അവിടെയൊക്കെ ഇപ്പം ജനവാസ പ്രദേശങ്ങളാണ്. അമ്പലത്തിലല്ലോ നടന്നത്. പരിസരത്തൊന്നും പറഞ്ഞു വെക്കുന്നത് എന്താണ്? അല്ല, ഞാൻ ഇത് അമ്പലത്തിലെല്ലാം നടന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ ഇത് നടന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമമാണ്. അത് പറയേണ്ടത് ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് സൂപ്രണ്ടുമാ. പറയേണ്ടത് ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് സൂപ്രണ്ടുമാണ്, അല്ലാണ്ട് മാധവനല്ല. ഈ പ്രദേശം നമുക്ക് അറിയുന്ന ഇതിന്റെ ഈ കണ്ണൂർ ജില്ലേന്റെ അമ്പലത്തിന്റെ കാര്യം മാത്രമല്ല, 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം, പ്രദേശങ്ങൾ അറിയാം. അങ്ങനെ ഒരു സ്ഥലമില്ല എന്നല്ല, സാധ്യതയുള്ള ഒരു പ്രദേശവും ഇല്ല എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. എം.ആർ. മുരളി, താങ്കൾ ലൈനിലുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട, നമ്മൾക്കൊക്കെ അറിയാൻ ആഗ്രഹമുള്ള കാര്യം ഇത് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. പോലീസ് അക്കാര്യത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു പരിശോധന നടത്തിയത്. അതിനപ്പുറത്തേക്ക് ഒരു കേസെടുത്ത് അന്വേഷിക്കേണ്ട വിഷയമായി മാറിയിട്ടില്ലേ? ഇവിടെ പറഞ്ഞത് കേട്ടാ തോന്നുക അല്ല, അന്വേഷിക്കണം, തീർച്ചയായും അന്വേഷിക്കണം. പക്ഷേ ആരോ ഒരാൾ പറഞ്ഞ ഒരു വിടുവായത്വം, അങ്ങനെയാണ് ഞാനതിനെ കാണുന്നത്. അതിന്റെ ഉത്തരവാദിത്വം ജില്ലാ കളക്ടർ ഏറ്റെടുക്കണം, പോലീസ് സൂപ്രണ്ട് ഏറ്റെടുക്കണം, സർക്കാർ ഏറ്റെടുക്കണം എന്ന് പറയുന്നതിന്റെ ഒരു ലോജിക്ക് മനസ്സിലാവുന്നില്ല. കർണാടകത്തിലെ ഒരു ഉത്തരവാദപ്പെട്ട മന്ത്രി അദ്ദേഹത്തിന് നേരെ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന കാര്യം അത് പുറത്തു കൊണ്ടുവരണ്ടേ? അതിന് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ലേ? അല്ല, അവിടെ എം.ആർ. മുരളി, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കർണാടകത്തിലാണല്ലോ ഈ പറയുന്ന ഓപ്പറേഷൻ താമര ആദ്യമായി BJP പ്രഖ്യാപിച്ച് അതിനൊരു പേരിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഓപ്പറേഷൻ താമര വടക്കേ ഇന്ത്യയിലേക്ക് വരെ പോയിട്ടുള്ളത്. അരുൺ ജെയ്റ്റ്ലി ആണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഓപ്പറേഷൻ താമരയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അവിടെ എല്ലാ കാലത്തും ഈ തരത്തിലുള്ള കൂറുമാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിയമസഭ പിരിച്ചുവിടലടക്കമുള്ള എല്ലാ വൃത്തികേടുകളും നടക്കുന്ന സ്ഥലമാണത്, രാഷ്ട്രീയമായി എല്ലാ വൃത്തികേടുകളും. അപ്പൊ പിന്നെ ഒരു മൃഗബലി സംശയിച്ചാൽ അത്ഭുതപ്പെടാനെന്തിരിക്കുന്നു? അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വെച്ചാവും പറയുന്നത്. പക്ഷേ അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. നമ്മുടെ രാജ്യത്ത് ഒരു ഭരണഘടനയും നിയമവും ഒക്കെ നിലനിൽക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമായ ഒരു സംസ്ഥാനത്തിന്റെ ഉത്തരവാദപ്പെട്ട ഒരു മന്ത്രിയാണ് അദ്ദേഹം. കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി കാണിക്കണം. അദ്ദേഹം ഇരിക്കുന്ന പദവിയോട് കുറച്ച് റെസ്പോൺസിബിലിറ്റി കാണിക്കണം. അദ്ദേഹം വന്ന് പത്രക്കാരോടല്ല ഇത് പറയേണ്ടിയിരുന്നത്. അദ്ദേഹം പറയേണ്ടിയിരുന്നത് കണ്ണൂരിലെ പോലീസ് സൂപ്രണ്ടിനോടായിരുന്നു, അല്ലെങ്കിൽ കണ്ണൂരിലെ കലക്ടറോടായിരുന്നു, കേരളത്തിലെ ചീഫ് സെക്രട്ടറിയോടോ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഉത്തരവാദപ്പെട്ടവരോടായിരുന്നു. അതിനുള്ള ഒരു ഹൈറ്റ് അദ്ദേഹം കാണിക്കണമായിരുന്നു. ഈ അഘോരികൾ എന്ന് പറയുന്ന വിഭാഗം യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ടോ എന്നാണ് എനിക്ക് അക്കിരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാടിനോട് ചോദിക്കാനുള്ളത്. വിക്കിപീഡിയ പറയുന്നത് അഘോരികൾ അഘോരമുള്ള സങ്കല്പത്തിൽ ശിവനെയും ചിലപ്പോൾ കാളിയെയും ഭജിച്ചിരുന്ന ഇവർ അസാധാരണങ്ങളായ പല ആചാരങ്ങളും അനുഷ്ഠിച്ചു വരുന്നത് കേരളത്തിലുണ്ടോ? ഈ ശരിക്കും പറഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ ഇതിലേ ഉള്ളത് കൂടുതൽ കാണുന്നത്. അതിനകത്ത് എന്താ വിഷയിച്ച് ഈ ശ്മശാന ഭസ്മം തൊടുന്നവരും അങ്ങനെ ശിവഭജന അങ്ങേ അറ്റം ഈ ആത്മാവും എല്ലാം ഒന്നാണ്, എല്ലാവരിലും ഉള്ളത് ഒന്നാണെന്ന് തെളിയിക്കുന്ന ശിവന്റെ ഒരു അഗാധമായ ഭക്തിയുടെ സൂചനയാണ്. അതിലൊന്നും ഇതൊന്നും പറയാൻ പാടില്ല. അതൊന്നും അല്ല ഇതിനകത്തെ വിഷയം. ശരിക്കും ഞാൻ പറയുന്നത് നമുക്ക് ഏറ്റവും പറ്റിയൊരു മണ്ടത്തരം ഈ ആചാരങ്ങളെ കൃത്യമായി മനസ്സിലാക്കാതെ അതും ഇതും പറയുന്നു. രണ്ടാമത് നമുക്ക് കേരളത്തിലെ ഏറ്റവും വലിയൊരു ദുഃഖം, ഈ ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കലും ഈഴവനായിട്ട് കാണാൻ പറ്റില്ല, ഈ ശങ്കരാചാര്യ സ്വാമികളെ ബ്രാഹ്മണനായിട്ട് കാണാൻ പറ്റില്ല, കയ്യങ്കാളിയെ KPMS എന്നൊന്നും ചിത്രീകരിക്കാൻ പറ്റില്ല. ഇവരെല്ലാം ഈ നമ്മുടെയൊക്കെ ആത്മീയ തലത്തിലെ ഉന്നത ശ്രേണിയിൽ വിരാജിക്കുന്ന ആദർശ സങ്കല്പങ്ങളാണ്.
ഇതൊക്കെ നമ്മൾ കേവലം സങ്കുചിതമായ അവസ്ഥയിൽ കൂടി ഇന്നിപ്പോൾ കണ്ട സംഭവം പോലെ എല്ലാം വികലമായി ചിത്രീകരിച്ച് മനുഷ്യരെല്ലാം ഒന്നാണ്, ആത്മാവ് ഒന്നാണെന്ന് പറഞ്ഞ ഈശ്വരന്മാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ഇനി വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം, ഫിസിക്സിൽ പറയുന്ന ഫോർ എ വെരി ആക്ഷൻ ദർ ഇസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് പോലെ തെറ്റ് ചെയ്യുന്നവനെയൊക്കെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു കോമൺ സെൻസെങ്കിലും ഉപയോഗിച്ചെങ്കിൽ ഇത്തരം വിഷയങ്ങളൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. വാസ്തവത്തിൽ ശാസ്ത്രത്തിലുള്ളതൊന്നും അല്ലിത്. നമ്മൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കുറുക്ക് വഴി കൂടി ചെയ്തതാണ്. അതിനാവശ്യമില്ലാതെ നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്ത വിഷയങ്ങളാണ്. ഇത്രയും ജന്തുക്കളെ കൊല്ലുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ജനങ്ങൾ അറിയാതിരിക്കില്ല. അത് എത്ര റിമോട്ട് കോർണർ ആണെങ്കിലും അറിയാതിരിക്കില്ല. ഇതൊന്നും ശാസ്ത്രമേ അല്ല, നമ്മുടെ അനുഷ്ഠാനങ്ങളിലെ സത്യത്തെ മനസ്സിലാവാത്തതിന്റെ കുഴപ്പമാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ മുമ്പേ അദ്ദേഹം ചോദിച്ചതുപോലെ ഈ താല്പര്യങ്ങളാണല്ലോ, എങ്ങനെയെങ്കിലും വിജയിച്ച് കയറണം, എങ്ങനെയെങ്കിലും ചെയ്യണം. ഇതൊക്കെ ഏറ്റവും വലിയ ദുരന്തത്തെ നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും വയ്യാത്ത പക്വതയില്ലായ്മയുടെ അല്ലെങ്കിൽ അതിനെ വേണമെങ്കിൽ സാമ്പത്തിക മോഹം മാത്രമായി ചിത്രീകരിക്കുന്ന ചില കുറുക്ക് വഴികളാണ്. നമുക്കറിയാം, രാജരാജ ക്ഷേത്രത്തിലൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. വിശ്വാസമില്ലാത്ത ചില മുഖ്യമന്ത്രിമാരും അങ്ങനെ പലരും വന്ന, അല്ല അവിടെ കേരളത്തിന് പുറത്തുള്ളവരൊക്കെ വന്ന് അവിടെ ആനയെ നടക്കി വെക്കുക, അങ്കി നടക്കി വെക്കുക, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ പറയുന്നത് സുതാര്യമായിരിക്കണം, സത്യമായിരിക്കണം, നീതിയായിരിക്കണം. ഇന്നത്തെ ഈ ചടങ്ങിൽ എനിക്ക് പറയാൻ തോന്നുന്നത് ഇതൊക്കെ വെറും ഒരു എക്സ്പ്ലോയിറ്റേഷന്റെ ഭാഗമാണ്. ഒരിക്കലും ഇത്തരം ആചാരങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഈശ്വരൻ എന്ന് പറയുന്ന സത്യത്തിന് ഇതിനെ ഒന്നും ഉൾക്കൊള്ളാനേ കഴിയില്ല. ഇത് വെറും മനുഷ്യനെ, ഇവർക്കൊന്നും ഒരു വ്യക്തിത്വം ഇല്ലാത്തവരായി പോകുന്നു ഈ ആൾക്കാരൊക്കെ തന്നെ. അതായത് സാമ്പത്തികത്തിന് വേണ്ടി എന്ത് തരം താഴ്ന്ന പരിപാടി ചെയ്യുന്നു, മറ്റുള്ളവരെ ചുമ്മാതെ പുകമറ സൃഷ്ടിച്ചാൽ മതി എന്നുള്ളതാണ്. ഇത്തരം പ്രവണതകളെ ഇല്ലാതാക്കിയേ പറ്റും. അതൊരു നല്ല നിരീക്ഷണമാണ് ശ്രീ അക്കിരമൺ. അത് ഞാനും അംഗീകരിക്കുന്ന നിരീക്ഷണമാണത്. നോക്കൂ, ഇവിടെ ഹരി ഒരു മിനിറ്റ് കൂടിയുണ്ട്. ഭ്രാന്താണ് ഭ്രാന്ത് എന്നാണ് ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതായത് രാജരാജേശ്വര ക്ഷേത്രം ബലിയോ ശത്രു സംഹാര പൂജയോ ഒന്നും നടത്തുന്നില്ല എന്ന് സ്ഥലം MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഈ കാര്യം ശിവകുമാർ പറഞ്ഞത് വർഗീയതയാണ്. കേരളത്തിലെ സാംസ്കാരിക ജീവിതത്തെ പരിഹസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വർഗീയ ചിത്രീകരണമാണ് എന്നുള്ളതാണ്. അത് പറയുന്നത് തന്നെ തെറ്റാണ്. അത് കേരളത്തെക്കുറിച്ചുള്ള ഒരു തെറ്റായ ഇംപ്രഷൻ ഉണ്ടാക്കുമെന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, അവിടുത്തെ സ്ഥലം MLA കരുതുന്നത്. ശ്രീ ഹരി പത്തനാപുരം. ശരിയാണ്. നേരത്തെ ശ്രീകുമാർ അദ്ദേഹം പറഞ്ഞു, ഇതിൽ പറയാൻ മുരളി എന്ന് പറഞ്ഞ അദ്ദേഹത്തിനോ മറ്റേ നമ്മുടെ രാജരാജേശ്വര ക്ഷേത്രം പ്രസിഡന്റിനോ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം ശ്രീ നികേഷ് താമസിക്കുന്ന നാടിന്റെ ഒരു ചുറ്റുപാട് താങ്കൾ ഒരു പൊതുവിൽ ഇറങ്ങി നടക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനനായ അവിടുത്തെ MLA അങ്ങനെ പറഞ്ഞുവെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ നടക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ടാണ്. പിന്നെ ശ്രീ നികേഷ്, ഞാൻ ഇപ്പോഴും പറയുന്നത്, ഞാൻ ദിവസവും കേൾക്കുന്നത് ഇത്തരത്തിലുള്ള കഥകളാണ്. ഞാനത് ശരിക്കും നിങ്ങൾ ഈ പറയുന്ന സംഭവത്തെ അതിന് മറ്റൊരു തരത്തിൽ, ഇത്രയും വലിയ സംഭവം അല്ലെങ്കിൽ പോലും പലതും ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ എത്രയോ നാൾ മുമ്പ് പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകത്തിൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതാരോ ഒരു കുബുദ്ധി, ഇത് നേരത്തെ രാഹുൽ ഈശ്വരും ശ്രീ അക്കീരമൺ അദ്ദേഹവും പറഞ്ഞ പോലെ ഏതോ ഒരു കുബുദ്ധി ഇതിൽ ഇടയ്ക്ക് നിന്നുകൊണ്ട് പൈസ അടിക്കാൻ വേണ്ടി 100% ദുർമന്ത്രവാദം ചെയ്യുന്ന ഒരു മലയാളിയായിട്ടുള്ള ഒരാൾ ഇതിനിടയ്ക്ക് നിന്നുകൊണ്ട് ആ പാവം മനുഷ്യരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് പറയുന്നു. ഇപ്പൊ ഞാൻ ഉദാഹരണം, ചെറിയ കാര്യം പറയാം ശ്രീ നികേഷ്. ഒരു ആളോട് നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കാത്തത് അപ്പുറത്ത് നിങ്ങളുടെ വീട്ടിലൊരു ബന്ധുവുള്ളൊരു സ്ത്രീ പോയി എന്തോ ആഭിചാരം ചെയ്താണ്, അവർ നിങ്ങളുടെ വീട്ടിൽ നാണയം ഇട്ടിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ നാണയം കിടന്നിട്ടുണ്ട്, അതൊരു പ്രൂഫാണ്. ഒരു വിശ്വാസി അങ്ങനെ ചിന്തിക്കും. DK ശിവകുമാർ അങ്ങനെ ഒരു സാധാരണ വിശ്വാസിയല്ല, നിങ്ങൾ പറയുന്ന പോലെ വലിയൊരാളാണ് അദ്ദേഹം, അത് വിശ്വസിക്കാൻ പാടില്ലാത്ത ആളാണ്. പക്ഷെ അദ്ദേഹം ഒരു കറകളഞ്ഞ വിശ്വാസി ആയതുകൊണ്ട് ആരോ ഒരാൾ ഇത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. 100% ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ചിലപ്പോൾ എന്റെ വിശ്വാസങ്ങൾ തെറ്റായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ളൊരു ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ ചർച്ചയ്ക്കേ എടുക്കുന്നത് തെറ്റാണ്. ഞാൻ വന്നിരിക്കുന്നത് പോലും തെറ്റാണ്. നമുക്കിവിടെ വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ ശരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇത് ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് പോലും തെറ്റാണെന്നുള്ളൊരു അഭിപ്രായമാണ്. ഇതെന്തോ ഒരു അദ്ദേഹത്തിന്റെ മനസ്സിലെ ഇങ്ങനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ശ്രീ നികേഷ്. പക്ഷെ 100% ഒരു വിശ്വാസി ചിലപ്പോൾ അങ്ങനെ വിശ്വസിച്ചേക്കാം. അത് പക്ഷെ സത്യവുമല്ല. ശരി, വളരെ നന്ദി വിഷയത്തിൽ സംസാരിച്ചതിന് ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ TT മാധവൻ, ശ്രീകുമാർ മനയിൽ, ഒപ്പം തന്നെ ഹരി പത്തനാപുരം, MR മുരളി, അക്കിരമൺ, കാളിദാസ ഭട്ടതിരിപ്പാട് സഹകരിച്ചതിന് നന്ദി. Debate with MV Nikesh Kumar.